ഹരേ കൃഷ്ണ. ഏകാദശിയുടെ പാരണാ സമയവും മറ്റു ചില സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച പവിത്രോപന ഏകാദശി അല്ലെങ്കിൽ പവിത്ര ഏകാദശി അല്ലെങ്കിൽ പുത്രാദ ഏകാദശി. 17 പാരണ വീടേണ്ടത്. ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാ സ്ഥലങ്ങളിലെയും പാരണാ സമയം പറയാം, കേട്ടോളൂ. 17 പാരണ വീടേണ്ടുന്ന സ്ഥലങ്ങളിലെ പാരണാ സമയമാണ് ആദ്യം പറയുന്നത്. കേരളത്തിൽ 17 രാവിലെ 6:15 മുതൽ 8:05 വരെയാണ് പാരണാ സമയം. തമിഴ്നാട് 5:57 മുതൽ 8:05 വരെ. കർണാടക 6:08 മുതൽ 8:05 വരെ. തെലുങ്കാന 6 മണി മുതൽ 8:05 വരെ. ഗോവ 6:20 മുതൽ 8:05 വരെ. മഹാരാഷ്ട്ര 6:20 മുതൽ 8:05 വരെ. മധ്യപ്രദേശ് 5:57 മുതൽ 8:05 വരെ. ഡൽഹി 5:51 മുതൽ 8:05 വരെ. എല്ലാം 17 രാവിലെയാണ്. ഫരീദാബാദ് ഹരിയാന 5:51 മുതൽ 8:05 വരെ. ഗുജറാത്ത് 6:27 മുതൽ 8:05 വരെ. രാജസ്ഥാൻ 5:59 മുതൽ 8:05 വരെ. ഒറീസ 5:27 മുതൽ 8:05 വരെ. ഇനി ദോഹ 17 രാവിലെ ദോഹ ഖത്തർ 5:08 മുതൽ 5:35 വരെ. ദോഹ ഖത്തർ 5:08 മുതൽ 5:35 വരെ. കുവൈറ്റ് 5:18 മുതൽ 5:35 വരെ. ദുബായ് 5:54 മുതൽ 6:35 വരെ. അബുദാബി 5:58 മുതൽ 6:35 വരെ. ബഹ്റിൻ 5:11 മുതൽ 5:35 വരെ. സൗദി അറേബ്യ 5:28 മുതൽ 5:35 വരെ. ഷാർജ 5:53 മുതൽ 6:35 വരെ. ഒമാൻ 5:43 മുതൽ 6:35 വരെ. ഇനി ജോർദാനിൽ 17 രാവിലെ 6:02 മുതൽ 10:27 വരെ. ഓസ്ട്രേലിയ 17 രാവിലെ 6:42 മുതൽ 10:19 വരെ. UK 17 രാവിലെ 5:50 മുതൽ 10:39 വരെ. സിംഗപ്പൂര് 17 7:04 മുതൽ 10:35 വരെ. സാംബിയ 17 6:22 മുതൽ 10:15 വരെ. ന്യൂസിലാൻഡും 7:09 മുതൽ 10:40 വരെ. ന്യൂസിലാൻഡ് 7:09 മുതൽ 10:40 വരെ. മാലിദ്വീപ്സ് 6:03 മുതൽ 7:35 വരെ. അർമേനിയ 6:15 മുതൽ 6:35 വരെ. ചൈന 5:21 മുതൽ 8:35 വരെ. ഇസ്രായേൽ 6:05 മുതൽ 10:30 വരെ. പിന്നെ നമ്മളോട് സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഞാനത് കറക്റ്റ് സ്ഥലം ചോദിച്ചിരുന്നു, പറഞ്ഞില്ല. പക്ഷേ കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്ക അങ്ങനെ വെച്ചാണ് ഞാൻ നോക്കിയത്. ആ സ്ഥലമാണെങ്കിൽ 7:23 മുതൽ 9:34 വരെ 17 അവിടെയും 16 ഏകാദശി. 16 ഏകാദശി ആ സൗത്ത് ആഫ്രിക്കയിൽ പാരണ വീടേണ്ടത് 7:23 മുതൽ 9:34 വരെയുള്ള സമയം. ഇനി നമുക്ക് 15 ഏകാദശി എടുക്കുന്ന സ്ഥലങ്ങൾ നോക്കാം. 15 ഏകാദശി എടുക്കുന്ന സ്ഥലമാണ് അമേരിക്ക. അമേരിക്കയിൽ 15 ഏകാദശി, 14 ഒരിക്കൽ ഉണ്ണുക, 16 പാരണ വീടുക. 16 പാരണ വീടേണ്ടുന്ന അമേരിക്കയിലെ സമയമെന്ന് പറയുന്നത് രാവിലെ 6:23 മുതൽ 9:07 വരെയുള്ള സമയമാണ്. ഇനി വാൻകൂവർ ബ്രിട്ടീഷ് കൊളംബിയ, അവിടെയും 15 ഏകാദശി, 16 പാരണ വീടുക. 6:13 മുതൽ 9:02 വരെയുള്ള സമയമാണ്. 6:13 മുതൽ 9:02 വരെയുള്ള സമയം. ഹരേ കൃഷ്ണ. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വ്രതനിഷ്ഠകളും അതല്ലെങ്കിൽ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ടാക്കിയത്
പഴയ കാലത്ത് മനുഷ്യരാണ്, അവരവരുടെ ഇഷ്ടം പോലെ പല കാര്യങ്ങളും പറഞ്ഞു. പഴയ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ചാതുർവർണ്ണ്യ വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് നമ്മുടെ വേദങ്ങളും മറ്റു പുരാണങ്ങളുമൊക്കെ രചിച്ചിരുന്നത് സംസ്കൃതത്തിലായിരുന്നു. അന്ന് സംസ്കൃതം എന്ന് പറയുന്നത് ഉപരിവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ആളുകളായിരുന്നു അത് പഠിച്ചിരുന്നത്. അന്ന് ഭീകരമായ ജാതി വ്യവസ്ഥിതി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ, അതായത് ഞങ്ങൾ ഉപരിവർഗത്തിൽപ്പെട്ടവരാണ്, ഞങ്ങൾക്കാണ് ഈശ്വരൻ. അപ്പോൾ സംസ്കൃതം താഴെയുള്ളവർ അവർ പഠിച്ചാൽ അവർക്ക് മനസ്സിലാകില്ല, പഠിക്കാൻ അറിയില്ല. അപ്പം അതെന്തോ വലിയ കാര്യമാണ്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈശ്വരൻ എന്ന് പോലും ചിന്തിച്ചിരുന്ന ഒരു പഴയ കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദുമതം ഭയങ്കരമായ രീതിയിൽ അധപ്പതിച്ചിരുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ആദിശങ്കരൻ്റെയൊക്കെ ജനനമുണ്ടായത്. അദ്ദേഹം ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെ എല്ലാം എടുത്തു കളയുകയും ഹിന്ദുമതം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരാളാണ്. അതുപോലെ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. ശ്രീബുദ്ധൻ പോലും ഹിന്ദുമതത്തിലെ പ്രശ്നങ്ങൾ മൂലം പുതിയ ഒരു മതം, ബുദ്ധമതം ഉണ്ടാക്കിയ ഒരാളാണ്. ഇന്ന് നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നു, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കുറേയൊക്കെയെങ്കിലും അറിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമുക്ക് കേരളത്തിൽ തന്നെ മറ്റ് ജാതി വ്യവസ്ഥയിൽപ്പെട്ട ആളുകൾ പൂജ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പഴയ കാലത്ത് ഏകാദശി വ്രതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏകാദശി വ്രതം എടുക്കുക എന്നൊക്കെ പറയുന്നത് അന്ന് ജാതി വ്യവസ്ഥിതി നിലനിന്നിരുന്ന സമയത്ത് ശരിക്കും വർത്തമാനം പറയാൻ പോലും താഴേക്കിടയിലുള്ള ആളുകൾക്ക്, താഴേക്കിടയിലെന്ന് പറയാൻ പാടില്ല, അന്നത്തെ വ്യവസ്ഥിതി വെച്ച് ഞാൻ പറയുകയാണ്. അന്ന് ആ ജാതി വ്യവസ്ഥിതി നിലനിന്നിരുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊന്നും വായിക്കാനോ പറയാനോ ഒന്നും അറിയാൻ മേലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് സീത എന്ന് പറഞ്ഞിരുന്നത് സീത എന്ന് പോലും ഉച്ചരിക്കാൻ പറ്റാത്ത ജനവിഭാഗം നമുക്കുണ്ടായിരുന്നു. ചീത എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആ സാ എന്ന് പറയുന്ന വാക്ക്, അക്ഷരം പോലും അവർക്ക് വഴങ്ങാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മളിന്ന് ഒരുപാട് മുമ്പോട്ട് വന്നു. നമ്മൾ പഠിക്കുന്നു, ഓരോ വാചകത്തിൻ്റെയും അർത്ഥം, ഭഗവാൻ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കിപ്പം കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അന്ന് ഇതൊക്കെ നിങ്ങൾക്കുള്ളതല്ല, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം മാറ്റി നിർത്തിയിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഭഗവാനെ പൂജ ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ, അതായത് യജമാന സ്ഥാനത്തേക്ക് ഇരുത്താനായിട്ട് വിളിക്കുമ്പോൾ ശിശുപാലൻ എതിർക്കുകയാണ്. ഇവൻ രാജാവല്ല, ഇവൻ കുലത്തിൽ താഴ്ന്നവനാണ് എന്ന് പറഞ്ഞ് എതിർക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഭഗവാന് പോലും ഈ ജാതി വ്യവസ്ഥിതിയുടെ നിന്ന അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഭഗവാന്റെ ഭക്തരെയാണ്. ഭക്തരുടെ 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 ഭക്തരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അതായത് ഭക്തരെ സേവിക്കുന്നവരെയാണ് ഭഗവാൻ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വ്രതമെടുക്കുന്നു, ഏകാദശി വ്രതം എടുക്കുന്നു, ശരിയാണ്. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് നമ്മൾ ആഹാരപഥ്യം എടുക്കുന്നു. എന്തിനാണ് നമ്മൾ ആഹാരപഥ്യം എടുക്കുന്നത്? ഒരു മാസത്തിൽ 2-3 വ്രതങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് അതിഭീകരമായ ഗുണമാണ് ഉണ്ടാകുന്നത്. അതല്ലാതെ ഈശ്വരൻ ഇപ്പോൾ നിങ്ങളൊന്ന് ചോറുണ്ടു എന്ന് കരുതി ഈശ്വരൻ എന്ത് സംഭവിക്കാനാണ്? 365 ദിവസവും ചോറാണ് നമ്മൾ ഉണ്ണുന്നത്. ഈ ചോറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ജോലി എടുക്കുന്നതും. നമ്മൾ എന്നും എന്താണ് ഭഗവാനോട് പറയുന്നത്? ഭഗവാനെ അന്നത്തിന് മുട്ട് വരുത്തല്ലേ. നമുക്ക് വേറെ എന്തൊക്കെ മുട്ട് വന്നാലും അന്നത്തിന് മുട്ട് വരുത്തല്ലേ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാം, പട്ടിണി നമ്മൾ എങ്ങനെ സഹിക്കും? അപ്പോൾ അതുകൊണ്ട് ആ അന്നം ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുമോ?
പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊന്നുമല്ല ഈ ലോകത്ത് വേണ്ടത്, ഭഗവാനോടുള്ള സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടി നമുക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഒരു ദിവസം. എന്നും ഉപേക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഭഗവാൻ പറയുന്നുണ്ടോ? പട്ടിണി കിടന്നുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുന്നുണ്ടോ? അങ്ങനെ ആയതുകൊണ്ടല്ലേ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് അന്നദാനങ്ങളൊക്കെ വെക്കുന്നത്. അവിടെ വരുന്ന ഭക്തരാരും വിശന്നു പോകരുത്. അന്നദാന പ്രഭുക്കളാണ് ഭഗവാന്മാർ. അതുകൊണ്ട് ഉപവസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ട് ഭഗവാൻ ഒന്നും നേടാനില്ല. നമ്മൾ ഒരു നേരം അരിഭക്ഷണം കഴിക്കുന്നു, ബാക്കി സമയങ്ങൾ നമ്മൾ പഴങ്ങൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു നേരം മുഴുവൻ വെള്ളം കുടിച്ചിരിക്കുന്നു. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനാണ് ഋഷിമാർ ഈ വിധമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അസുഖമാണ്, മരുന്ന് കഴിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? പട്ടിണി കിടന്ന് നമുക്ക് വ്രതം എടുക്കാൻ പറ്റുമോ? അങ്ങനെ വ്രതം എടുത്താലുള്ള അവസ്ഥ എന്താകും? പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലാവും. അപ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും വ്രതം എടുക്കാൻ പറ്റുമോ? വ്രതമെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ്. ഏകാദശി എന്ന് കേൾക്കുമ്പോൾ ഉപവസിച്ചിട്ടേ ഏകാദശി എടുക്കാൻ പാടുള്ളൂ എന്ന് നിഷ്ഠ വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഏകാദശി എടുക്കാനായിട്ട് പറ്റും ഇന്നത്തെ സമൂഹത്തിൽ? അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? എനിക്കിതൊന്നും അല്ല ആവശ്യം. എനിക്ക് ആവശ്യം എന്താണ്? സ്നേഹമാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹം മാത്രമാണ് എനിക്കാവശ്യം. ഭഗവാൻ അത്രമാത്രം മതി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ നമുക്ക് സുഖമില്ല, തീരെ വയ്യാത്തൊരാളാണ്, അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. അവർക്ക് മരുന്ന് കഴിക്കും. മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണം കാണും. ആ ക്ഷീണത്തിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് മയങ്ങിപ്പോയെന്ന് വരാം. ഉടനെ തന്നെ ഭഗവാൻ പറയുമോ? പാടില്ല. അങ്ങനെയുള്ളൊന്നും ഭഗവാൻ പറയില്ല. ഇതൊക്കെ അറിവില്ലാതെ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഭഗവാൻ അറിയാം ഈ അസുഖം വരുത്തിയതും നമുക്ക് മരുന്ന് കഴിക്കേണ്ടതാണെന്നും ഈ മരുന്നിന് സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് ഇച്ചിരി നേരം ഉറങ്ങേണ്ടി വരുമെന്നും ഒക്കെ ഭഗവാൻ അറിയാം. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലായി പോവും. അപ്പം അതുപോലും പറ്റില്ല. നീ ഉറങ്ങരുത്, എത്ര അസുഖമാണെങ്കിലും നിനക്ക് ഏകാദശി എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഏകാദശി എടുക്കാൻ പറ്റൂ, എങ്കിൽ മാത്രമേ ഞാൻ നിൻ്റെ അടുത്ത് വരത്തുള്ളൂ എന്ന് ഏത് ഈശ്വരനാണ് പറയുന്നത്? ആരാണ് ഈ വിഡ്ഢിത്തരം നിങ്ങളോട് പറഞ്ഞു തരുന്നത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള, ഇപ്പം നമ്മൾ രാമായണം സീരീസ് വായിക്കുന്നു, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഭഗവാൻ? ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാൻ അതിനകത്ത് ഓരോ സംശയങ്ങളും മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. എന്തിനാണ് ഭഗവാൻ ഇത്രയും സംശയങ്ങളൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുന്നത്? ഭഗവാൻ എല്ലാം അറിയില്ലേ? പക്ഷേ അവിടെ ഭഗവാൻ ഒരു മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണൻ നമ്മളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ആലോചിക്കുക, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസ സമയത്ത് ശബരിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നു. നമ്മൾ സാധാരണ പറയും ഭഗവാന് കൊടുക്കുന്ന പൂവ് മണപ്പിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, ഭഗവാന് കൊടുക്കുന്ന പഴങ്ങൾ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറയും. തിരിച്ച് അവിടുന്ന് പൂജ ചെയ്ത് കിട്ടുന്ന പൂക്കൾ നമുക്ക് മണപ്പിച്ചിട്ട് നമ്മൾ തലയിൽ ചൂടും. അതുപോലെ തന്നെ അവിടുന്ന് പൂജിച്ചിട്ട് കിട്ടുന്ന പഴങ്ങൾ നമ്മൾ ഭക്ഷിക്കും. ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ പറയും. പക്ഷേ ശബരി എന്താണ് ചെയ്തത്? ഓരോ പൂക്കളും എടുത്ത് മണപ്പിച്ച് നോക്കി. നല്ല വാസനയുണ്ടോ, ഈ പഴങ്ങൾ നല്ലതാണോ എന്ന് കഴിച്ചു നോക്കി. അതിന് ശേഷമാണ് ഭഗവാൻ ഇത് കൊടുക്കുന്നത്. ഭഗവാൻ മേടിച്ചില്ലേ? ഭഗവാൻ മേടിച്ചു എന്ന് രാമായണത്തിൽ വാൽമീകിയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഞാനല്ല പറയുന്നത്. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നു, എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ എന്താണ് പറഞ്ഞത്? അതും നമ്മൾ രാമായണത്തിൽ പഠിച്ചു. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഭഗവാൻ എന്താണ് ആവശ്യം എന്ന് കരുതി നമ്മൾ കടിച്ചിട്ട് കൊടുക്കണമെന്നല്ല. ഭഗവാൻ എന്താണ് ആവശ്യം? നമ്മുടെ ഭക്തിയും സ്നേഹവുമാണ്. ഇവിടെ നമുക്ക് അസുഖമാണ്, നമുക്ക് മരുന്ന് കഴിക്കണം, നമുക്ക് അല്പസമയം വിശ്രമിച്ചേ മതിയാകൂ. അത് നമ്മുടെ അവസ്ഥയാണ്. ആ അവസ്ഥ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഈശ്വരനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മൾ മനഃപൂർവ്വം നമ്മൾ ചില കാര്യങ്ങളൊക്കെ വീഴ്ച വരുത്തുവാണെങ്കിൽ അത് ഭഗവാൻ ക്ഷമിക്കില്ല. അതല്ലാതെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് ഈ വിധമേ ചെയ്യാൻ കഴിയുന്നുള്ളൂവെങ്കിൽ അത് പൂർണ്ണമായ മനസ്സിലാക്കാനുള്ള കഴിവും വിശാലതയുമൊക്കെയുള്ള ഈശ്വരനാണ്, കരുണാമയനാണ്, സ്നേഹപൂർണനായ ഭഗവാനാണ് നമ്മുടെ ഈശ്വരൻ. ആ ഈശ്വരനെയാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലാതെ
വളരെ സ്ട്രിക്റ്റായ ഒരു കണക്ക് സാരണയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ഓർക്കുക. മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീഴ്ച വരുത്താൻ പാടില്ല. ഭഗവാനോടുള്ള സ്നേഹത്തിൽ ഭഗവാൻ അതാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ നമുക്ക് സുഖമില്ല. നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുക. പിന്നെ മറ്റൊരു ഉദാഹരണം, ചിലർ പറയും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഈശ്വര എന്ന് പോലും വിളിക്കരുത് എന്ന് പറയും. എന്താ ചെയ്യുക? നമ്മൾ മഹാഭാരതം പഠിച്ചിട്ടുണ്ട്. അവിടെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു ദ്രൗപദിക്ക്, വില്ലാളി വീരന്മാർ. പക്ഷേ എന്തു ഫലം? രജസ്വലയായിരുന്ന ദ്രൗപദിയുടെ ഉടുതുണിയിൽ പിടിച്ച് ദുശാസനൻ വലിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ രജസ്വലയാണ്, ഞാൻ എങ്ങനെയാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത് എന്ന് വിചാരിച്ചോ ദ്രൗപദി? ആ സമയത്ത് 5 ഭർത്താക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ദ്രൗപദി വിളിച്ചത് ആരെയാണ്? ജഗന്നാഥനെയാണ്. ആ സമയത്ത് ദ്രൗപദിക്ക് പീരീഡ്സ് ആണ്, ഞാൻ ദ്രൗപദിയുടെ വിളി കേൾക്കില്ല എന്ന് ജഗന്നാഥൻ വിചാരിച്ചോ? ശ്രീഹരി അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഭഗവാൻ അവിടെ ദ്രൗപദിയുടെ രക്ഷയ്ക്കെത്തിയില്ലേ? നമ്മൾ ഈ കഥകളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് ബുദ്ധി ഉണ്ടാകാനാണ്. നമ്മൾ മുമ്പോട്ടാണ് ജീവിക്കേണ്ടത്, നമ്മൾ പുറകോട്ടല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് സംശയമുണ്ടെങ്കിലും നമ്മൾ ഭാഗവതവും മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ അതിനകത്തുണ്ട്. അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങളാണ് ഓരോ സമയത്തും ഭഗവാൻ അതിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അബദ്ധധാരണകളൊന്നും തന്നെ നമ്മൾ വെച്ചു പുലർത്തരുത്. ഇനി ഒരു ദിവസം ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അന്ന് ഏകാദശിയാണ്, ഏകാദശി വ്രതം എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തലേ ദിവസം ഒരിക്കലൊക്കെ ഉണ്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ അവരെ കണ്ടപ്പോൾ അവർ ഏകാദശി വ്രത ഭക്ഷണമൊന്നുമല്ല കഴിക്കുന്നത്, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്ത് കഴിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഇന്ന് വ്രതമല്ലേ, പിന്നെ എന്താ രാവിലെ ഇത് കഴിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു മറുപടി, മോളെ ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലി മാവിന് ഉപ്പ് നോക്കി. ഇഡ്ഡലി മാവ് അവരുടെ വീട്ടിലുള്ളവർക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിന് ഉപ്പുണ്ടോ എന്ന് അവരറിയാതെ ഒന്ന് നോക്കിപ്പോയി. അതുകൊണ്ട് അവർ ഏകാദശി അന്ന് എടുക്കുന്നില്ല. ഉച്ചയ്ക്ക് മീനുമൊക്കെ കൂട്ടി ചോറുണ്ട് കാണുമായിരിക്കും. മീനൊക്കെ മേടിക്കുന്ന വീടാണ്. എന്താ ചെയ്യുക? ആർക്കാണ് നഷ്ടം? എന്നാൽ അവരെന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടത്? അവരുടെ ബോധ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ അങ്ങനെ ഭഗവാൻ തോന്നിപ്പിച്ചതാവാം. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ പരീക്ഷണമാണ് അതൊക്കെ. നമ്മൾ അറിയാതെ, മനുഷ്യനാണ്, അറിയാതെ നമുക്ക് തെറ്റുകൾ പറ്റിപ്പോകും. നമ്മൾ രാവിലെ അറിയാതെ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ഇഡ്ഡലി മാവ് എടുത്തപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിപ്പോയി. കാരണം എന്തിനാണ്? നമ്മുടെ വീട്ടുകാർക്ക് നല്ല ആഹാരം, ഉപ്പുള്ള ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, രുചിയുള്ള ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണ് അത്. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല. പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? നമ്മളൊന്ന് കുളിച്ച് വീണ്ടും പോയി ഒന്നുകൂടെ കുളിച്ച് ശുദ്ധമായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ വിളക്ക് കത്തിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഭഗവാനോട്, ഭഗവാനെ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്ത് പറ്റിയതാ എനിക്കിങ്ങനെ ചെയ്യാൻ, എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നോടിങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് ഭഗവാനൊന്ന് നമസ്കരിച്ചിട്ട് അവർ ആ ഏകാദശി വ്രതനിഷ്ഠയിൽ തന്നെ ഇരുന്ന് 16 മാല ജപിക്കേണ്ടതിന് പകരം 32 മാല ജപിച്ച് ഭഗവാനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഭഗവാൻ കൂടുതൽ സന്തോഷപ്പെട്ടേനെ. ആ സമയത്ത് ഒരു അവസരം നോക്കിയിരുന്നത് പോലെ വ്രതം അങ്ങ് വേണ്ട. അപ്പം വ്രതത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു പല കാര്യങ്ങൾക്കും കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ അബദ്ധങ്ങൾ പറ്റാം. കാരണം നമ്മളാരും ഋഷീശ്വരന്മാരല്ല. വീഴാതെ ഒരിക്കലും നമുക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഇപ്പോൾ ആ ചേച്ചി തന്നെ അന്ന് അരിമാവെടുത്തപ്പോൾ അറിയാതെ കഴിച്ചു. അന്ന് അവർ അതിന് ക്ഷമ പറഞ്ഞ് ആ ഏകാദശി വ്രതം തുടർന്നെടുത്തിരുന്നുവെങ്കിൽ പിറ്റേ തവണ ഏകാദശിക്ക് അരിമാവെടുക്കുമ്പം തീർച്ചയായിട്ടും ആ കാര്യം ചേച്ചി ഓർത്തേനെ. പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ടു. അവരങ്ങനെ കൃത്യമായി പിന്നീട് ഏകാദശിയൊന്നും എടുക്കുന്നതായിട്ട് അവർ പറഞ്ഞില്ല. ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ
മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. വീണ് വീണ് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചെറിയ തെറ്റുകൾ വന്നാലും അവൾ വീണ്ടും എന്നെ വിളിക്കുന്നല്ലോ, എന്നെ ആശ്രയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ, ഇതൊക്കെയാണ് ഭഗവാൻ നോക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കുറേശ്ശെ പടിപടിയായിട്ട് ഉയരുന്നത്. ഇപ്പോൾ നമ്മൾ 16 മാല ജപിക്കണമെന്ന് പറയും. ആദ്യമായി ജപിക്കാനിരിക്കുന്ന ആളുകൾക്ക് 16 മാല ഒറ്റയിരിപ്പിൽ ജപിക്കാൻ പറ്റില്ല. അവരോട് നമ്മൾ നിർബന്ധമായും പറയാം 16 മാല ജപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മാല പോലും പിന്നെ ജപിക്കില്ല. അപ്പോൾ അവരോട് നമ്മൾ എന്താ പറയുന്നത്, ഒരു മാല ജപിക്കൂ. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ അവർ തന്നെ 2 മാല ജപിക്കും. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് അവർ 16 മാല ജപിക്കാനായിട്ട് തുടങ്ങും. പിന്നെ അത് അവർ കൂട്ടിക്കോളും. അങ്ങനെ വേണം നമ്മൾ നമ്മുടെ വ്രതങ്ങളിലേക്ക് പോകാനായിട്ട്. അങ്ങനെ കുറേശ്ശെ നമ്മൾ നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റി ചിലർക്ക് മീൻ കഴിക്കാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു ദിവസമൊക്കെ അവർ മീൻ കഴിക്കാതിരുന്ന് ഏകാദശി എടുക്കാനായിട്ടൊന്ന് ശ്രമിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, എല്ലാ വ്രതങ്ങളും എടുക്കും. ചിലപ്പോൾ അവർ പൂർണ്ണമായ സസ്യാഹാരികളായിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറിയേക്കാം. അവരുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ 1 മാസം 2-3 വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ മാറുന്നതായിട്ട് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർ പൂർണ്ണ സസ്യാഹാരിയായി മാറും. സ്ഥിരമായി വ്രതങ്ങൾ എടുക്കാൻ തുടങ്ങും. മറ്റുള്ളവരോട് അതിനെപ്പറ്റി പറയാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ ഏകാദശി വ്രതം എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അറിയാതെ നമുക്ക് പീരീഡ്സ് ആയെന്ന് വരാം. പെട്ടെന്ന് തന്നെ നമ്മുടെ വ്രതം, എൻ്റെ വ്രതം ഇനി അവസാനിച്ചു, വ്രതം മുറിഞ്ഞു എന്നും പറഞ്ഞ് അടുക്കളയിലിരുന്ന മീനും ചോറും കൂട്ടി ചോറൊന്നും അല്ല വേണ്ടത്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് കുളിക്കുക. ഈ ജോലി സ്ഥലത്താണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് വൃത്തിയായിട്ട് കുളിച്ച് നമ്മുടെ മുറിക്കകത്തിരുന്ന് നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന മഹാമന്ത്രം ജപിക്കുക. നമ്മുടെ വ്രതം ഒരിക്കലും അവിടെ മുറിയുന്നില്ല. ഇതെല്ലാം വരുത്തുന്നത് ഭഗവാനാണ്. ഭഗവാനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. ഭഗവാൻ അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും അനങ്ങില്ല. അപ്പം ഇതെല്ലാം ഭഗവാൻ അറിയാം. ഭഗവാൻ അവിടെ നോക്കുന്ന എന്താണ്, നിൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടുവന്ന് തരും. ആ തടസ്സങ്ങളെല്ലാം നീ അതിജീവിക്കുന്നുണ്ടോ, അതോ അത് അവിടെ വെച്ച് ഇട്ടിട്ട് പോവുകയാണോ? അല്ല, നീ അതിനെയെല്ലാം അതിജീവിച്ച് ഇനി പീരീഡ്സ് ആയാലും അതല്ല അറിയാതെ നിൻ്റെ ആ മനസ്സിൻ്റെ ദൗർബല്യം കൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോയെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കിപ്പോയെങ്കിലോ അതല്ലെങ്കിൽ നിനക്ക് സുഖമില്ലാത്തത് കൊണ്ട് നീ ഉറങ്ങിപ്പോയത് കൊണ്ടോ നീ പിന്നെ എന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടോ, അതോ അതിനുശേഷവും നീ എന്നെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണോ? ഇതാണ് ഈശ്വരൻ നോക്കുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് പടിപടിയായി ഉയരാൻ കഴിയുകയുള്ളൂ. പിന്നെ നമുക്ക് പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുകയോ ക്ഷേത്രത്തിൽ പോവുകയോ ഒന്നും ചെയ്യാറില്ല. അത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പുലയും വാലായ്മയും ഒക്കെ ഉള്ള സമയത്തും നമ്മൾ പോകാറില്ല. കാരണം അതിനൊക്കെ അതിൻ്റേതായ സയൻറ്റിഫിക് ആയിട്ടുള്ള മറ്റു ചില കാരണങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏകാദശി വന്നു, നമ്മൾ പൂർണ്ണമായ ഏകാദശി ഭക്ഷണം അനുഷ്ഠിച്ചുകൊണ്ട് ഹരിനാമം ഭജിച്ചുകൊണ്ട് നമുക്ക് ആ ഏകാദശി വ്രതം എടുക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുകയോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുകയോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏകാദശി ഭക്ഷണം നമുക്ക് കഴിക്കാം, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതൊരു ഏകാദശി വ്രതം, നമ്മുടെ ആ ഏകാദശി വ്രതമായി ഭഗവാൻ നമ്മളെ കണക്ക് കൂട്ടിക്കോളും. അതല്ലാതെ ആ സമയം നമ്മൾ ആ വ്രതനിഷ്ഠ ഉപേക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് സ്വീകരിക്കുക. അതിലുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഏകാദശി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിനു മുമ്പൊക്കെ അവർക്ക് ഭയങ്കര ഭയമായിരുന്നു. എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കുന്നത്, എനിക്ക് ചായ കുടിക്കാതിരിക്കുമ്പോൾ തലവേദന എടുക്കും, അതുകൊണ്ട് ഞാൻ ഏകാദശി വ്രതം ഉപേക്ഷിച്ചു, ഞാൻ അസുഖമുള്ള ആളാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് പറ്റില്ലല്ലോ, അങ്ങനെ കരുതിയിരുന്ന ഒരുപാട് ആളുകൾ ഭഗവാനിലേക്ക് വന്നു നമ്മുടെ ഈ ചാനൽ കണ്ടതിന് ശേഷം. അത് വളരെ നല്ല കാര്യമല്ലേ? അങ്ങനെ നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഈശ്വരൻ ആവശ്യം. ഭഗവാൻ അത് മാത്രമേ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. പലപ്പോഴും ഭഗവാന്റെ വലിയ ഭക്തനാണെന്ന് കരുതിയ ഗരുഡൻ്റെയും വീരഹനുമാൻ്റെയും ഒക്കെ ചെറിയ ചെറിയ അഹങ്കാരങ്ങളൊക്കെ ഭഗവാൻ തീർത്തു കൊടുത്തിട്ടുള്ള കഥ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. ഭഗവാനെ സ്നേഹിച്ചോളൂ. ഭഗവാന് യാതൊരു വ്യത്യാസവുമില്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നോ പണക്കാരനെന്നോ
ഒന്നും തന്നെ സന്യാസിയാണെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനോ ഇങ്ങനെയുള്ള യാതൊരു തരംതിരിവും ഭഗവാനില്ല. ഭഗവാനുണ്ട് തരംതിരിവ്. ഇവൻ എന്നോട് സ്നേഹമുണ്ടോ, സ്നേഹമില്ലയോ, എൻ്റെ ഭക്തനാണോ അല്ലയോ, ഇത്രയൊരു വ്യത്യാസം മാത്രമേ ഭഗവാനുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തിയേക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചില ആളുകൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അച്ഛന്മാർ മദ്യപാനികളാണെങ്കിൽ അവരുടെ മദ്യപാനം ഉപേക്ഷിക്കുന്നത്. അമ്മമാർ ചിലപ്പോൾ പോത്തിനെ പോലെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന അമ്മമാരായിരിക്കാം അവർ അമ്മയാകുന്നതിന് മുമ്പ്. പക്ഷെ അമ്മയായതിനു ശേഷം ഉറക്കം പോലും കളഞ്ഞ് എൻ്റെ കുഞ്ഞ് മുഖത്തേക്ക് തുണിയെടുത്തിടുന്നുണ്ടോ എന്ന് നോക്കി ഉറങ്ങാതിരിക്കുന്ന അമ്മമാരെ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ വാശികളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? നമുക്ക് അവരോടുള്ള അതിഭീകരമായ സ്നേഹം കൊണ്ടാണ്. അതേപോലെയാണ് നമ്മൾ ചില ആഹാരനിഷ്ഠകൾ ഭഗവാന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ ഈ ഇഷ്ടം ഭഗവാന് വേണ്ടി ഈ ഒരു ദിവസം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ പകലൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ഒരാളാണ്. ഭഗവാന് വേണ്ടി ഒരു ദിവസം ഞാൻ ഉറങ്ങാതിരിക്കുന്നു, എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ. ഇങ്ങനെ നമ്മുടെ കുറേ ഇഷ്ടങ്ങളും ദുശാഠ്യങ്ങളും, ഇപ്പം ഏകാദശി ദിവസങ്ങളൊക്കെ നമ്മൾ പറയും ആരോടും നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന്. അപ്പം ആ ഒരു ദിവസമെങ്കിലും നമ്മൾ വഴക്കുണ്ടാക്കാതിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ചില ഇഷ്ടങ്ങളും ശാഠ്യങ്ങളുമൊക്കെ ഭഗവാന് വേണ്ടി ഒന്ന് മാറ്റിവെക്കുന്നതാണ് വ്രതം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മുടെ ആരോഗ്യസ്ഥിതിയും കൂടെ മാനിച്ചിട്ട് വേണം ചെയ്യാനെന്ന് മാത്രം. അവിടെ നമ്മൾ ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഈശ്വരനെ നമ്മളിൽ നിന്നും വ്യത്യാസപ്പെടുത്തി അങ്ങ് ദൂരെ നിൽക്കുന്ന ഏതോ ഒരാളാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനോട് അകലം കാണിക്കുന്നത്. എന്നാൽ ഭഗവാനെ നമ്മുടെ കൂടെ ചേർത്തു നിർത്തി സ്നേഹിക്കൂ. ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവാനെ നമ്മിൽ നിന്നും വേർപെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഭഗവാനോട് ചേർന്ന് നിൽക്കുക. ഭഗവാൻ നമ്മുടെ സ്വന്തമാണെന്ന് കരുതി സ്നേഹിക്കുക. നമ്മുടെ സ്വന്തമായ ഒരാളെ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയായിരിക്കും അയാൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുന്നത്. അപ്പോൾ ആ കുട്ടിയോട് അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടല്ലേ ആ അച്ഛൻ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ മദ്യപാനം ഉപേക്ഷിച്ചത്. ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടിയോട് അത്രത്തോളം സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവരുടെ ശീലങ്ങളൊക്കെ അവർ മാറ്റിവെച്ചത്. അതുപോലെ ഭഗവാന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചില ശാഠ്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നതാണ് ഏകാദശി വ്രതങ്ങൾ, അതല്ലെങ്കിൽ മറ്റു വ്രതങ്ങൾ എന്നറിഞ്ഞ് നമ്മൾ ചെയ്യുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഒരിക്കലും ഭഗവാനെ നമ്മിൽ നിന്നും വേർപെടുത്താൻ അനുവദിക്കാതിരിക്കുക. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. ഏത് സ്വീകരിക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനുള്ള വിവേചന ബുദ്ധിയും ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. എതിരഭിപ്രായമുള്ളവർ എൻ്റെ മണ്ടത്തരമാണെന്ന് കരുതി നിങ്ങൾ ക്ഷമിച്ചു തരിക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.